ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ്, ഗുഡ് മോർണിംഗ്. അപ്പം ഇന്ന് ഞാൻ മാർക്കറ്റിൽ ലൈവ് സെക്ഷന് പോകാൻ വേണ്ടിയാണ്. അപ്പം ഓക്കെ, ലൈവ് ട്രേഡ് സെക്ഷൻ എന്തെങ്കിലും നമുക്ക് മാർക്കറ്റിൽ കിട്ടും. കാരണം ഇന്നൊരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് അല്ലേ. ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആയ സ്ഥിതിക്ക് ഇന്ന് ഏതെങ്കിലും ഒരു ട്രേഡിംഗ് സെക്ഷൻ നമുക്ക് കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഒരു 2-3 മിനിറ്റ്സ് ഒന്ന് വെയിറ്റ് ചെയ്യാം. മാർക്കറ്റിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ് ടൈമിൽ ഒരു ലിക്വിഡിറ്റി ഒന്ന് മാറട്ടെ. ഓക്കെ, ഈ വോയിസ് എത്രത്തോളം ക്ലിയർ ആയിരിക്കുമെന്ന് എനിക്കറിയില്ല. കാരണം ഞാനിത് ലൈവായിട്ട് റെക്കോർഡ് ചെയ്യുന്ന ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ എത്രത്തോളം ക്ലിയർ ആയിരിക്കും, അല്ലെങ്കിൽ എത്രത്തോളം കണ്ടൻസിനകത്ത് പറയുന്നുണ്ട് എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, അപ്പം ഇതിനകത്ത് നമുക്ക് നോക്കാം. എന്തായാലും ഇപ്പം ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും നമുക്ക് ഇപ്പം നോക്കാം. ഞാനിപ്പോൾ ഇത് ഫയേഴ്സിൻ്റെ പ്ലാറ്റ്ഫോമിൽ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, ട്രേഡിംഗ് വ്യൂ എടുക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ രണ്ടിലൂടെയാണ്. ഇപ്പം നിങ്ങൾക്ക് ടൈം നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, 9:15 ഓക്കെ, 9:15. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റി കുറച്ചുകൂടെ ഡൗൺ വരും. ഓക്കെ, കുറച്ചുകൂടെ ഡൗൺ വരും. അപ്പോൾ ഈ ഒരു ബുള്ളിഷ് എന്ന് പറഞ്ഞാൽ ആദ്യമേ സീരെ അട്രാക്റ്റ് ചെയ്യിക്കാൻ വേണ്ടി കയറുന്നതാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലൊരു ഞാൻ വരച്ചേക്കുന്ന ഒരു ഗ്രീൻ ലൈൻ സ്വീപ്പ് ചെയ്യാനാണ് മോർ പോസിബിലിറ്റി. പക്ഷേ നമുക്ക് അവിടുന്ന് ഒരു എൻട്രി ഇല്ല ആക്ച്വലി. ഓക്കെ, കാരണം നമ്മളെ അതൊരു ലിക്വിഡിറ്റി ലൈൻ അല്ല അത്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഫ്യൂച്ചേഴ്സിലാണ് കേട്ടോ ട്രേഡ് ചെയ്യുന്നത്. ഞാൻ സ്പോട്ടിലല്ല അങ്ങനെ ട്രേഡ് ചെയ്യുന്നത്, ഫ്യൂച്ചേഴ്സിലാണ് ഞാൻ കൂടുതലും ട്രേഡ് ചെയ്യുന്നത്. പിന്നെ സ്പോട്ട് ചാർട്ട് നോക്കാറുണ്ട്, പക്ഷേ എന്നാലും ഞാൻ ട്രേഡും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ഫ്യൂച്ചേഴ്സിലാണ്. ഞാൻ പറഞ്ഞില്ലേ, ആ ഗ്രീൻ ലൈൻ നമ്മുടെ ആ ലിക്വിഡിറ്റി ലൈനാണ്. അപ്പോൾ അത് സ്വീപ്പായിട്ടുണ്ട്. ഓക്കെ, ആ ഒരു താഴത്തെ റെഡ് ലൈൻ ഇല്ലേ, 5586. ഓക്കെ, അതാണ് അടുത്ത നെക്സ്റ്റ് ലിക്വിഡിറ്റി ലൈന്. ഓക്കെ, അപ്പോൾ അതിന് താഴെ ചിലപ്പം മാർക്കറ്റ് വരാൻ ചാൻസ് ഉണ്ട്, പക്ഷേ എനിക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, പക്ഷേ അതിന് മുന്നേ ഒരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ നിന്ന് ബൗൺസായി മാർക്കറ്റ് നിന്നിട്ട് ഹൈ കട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം നമുക്കിന്ന് നോക്കാം. ബാങ്ക് കുറച്ചുകൂടെ വീക്കാണ് ആക്ച്വലി നിഫ്റ്റി കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക്. നമുക്ക് നിഫ്റ്റിയും കൂടെ ഒന്ന് ചാർട്ട് നോക്കാം. ഓക്കെ, നിഫ്റ്റിയുടെ ചാർട്ടും കാര്യങ്ങളും എല്ലാം നോക്കാം. എന്തായാലും ഞാൻ ഈ ഒരു വീഡിയോ ഫസ്റ്റ് എൻട്രി കാര്യങ്ങളൊക്കെ ഇടാം. ഇതാണ് ഡെയിലി ടൈം ഫ്രെയിമിൽ ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചേഴ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ ട്രേഡിംഗ് വ്യൂവിലും പാരലായിട്ട് തന്നെ നോക്കും ചാർട്ട് കാര്യങ്ങളൊക്കെ. ഓക്കെ, നമുക്ക് നിഫ്റ്റി നമ്മുടെ ഒരു പ്രീവിയസ് ഡേ സ്വീപ്പ് ചെയ്തിട്ടുണ്ട്, ഡേ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാങ്കിൽ നോക്കാം. ബാങ്കിലും ഞാൻ പറഞ്ഞേക്കുന്ന ഗ്രീൻ ലൈൻ സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടിലും ഏത് ലിക്വിഡിറ്റി ലൈനിൽ സ്വീപ്പ് ചെയ്തിട്ടാണ് നമുക്ക് എൻട്രി കിട്ടുന്നതെന്ന് നോക്കാം. ഓക്കെ, ഞാൻ നിഫ്റ്റി നോക്കുന്നുണ്ട്. ഓക്കെ, ഇത് നിഫ്റ്റി ഫ്യൂച്ചേഴ്സ് ആണ്, നിഫ്റ്റി ഫ്യൂച്ചേഴ്സ്. ഇത് ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചേഴ്സ്. ഓക്കെ, നമ്മുടെ ആ ഒരു പ്രീവിയസ് ഡേ ലോ സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എൻട്രി കാര്യങ്ങളൊക്കെ നോക്കാം. എപ്പോഴും ബാങ്ക് നിഫ്റ്റി ഞാൻ പല ടൈം ഫ്രെയിമിൽ നോക്കാറുണ്ട്. 15 മിനിറ്റ്സ്, 1 മിനിറ്റ്, 2 മിനിറ്റ്സ്, 3 മിനിറ്റ്സ് എല്ലാം ടൈം ഫ്രെയിമിൽ ഞാൻ നോക്കാറുണ്ട്. കാരണം നമുക്ക് എൻട്രി കിട്ടുന്ന ഏത് ലെവലിലാണ് നമുക്ക് അറിയില്ല. അല്ലാതെ നമുക്ക് ഇന്ന ഒരു ടൈം ഫ്രെയിമിൽ തന്നെ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് ഞാൻ നോക്കാറില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ലെവൽ ഫ്യൂച്ചേഴ്സിൽ ഈ ഒരു ലെവലും കൂടെ നമുക്ക് മാർക്ക് ചെയ്യാം. അത് ഓൾറെഡി സ്വീപ്പ് ആയിട്ടുണ്ട് എങ്കിൽ തന്നെ നമുക്ക് ആ ഒരു ലെവലിന് എത്രത്തോളം ഡൗൺ സൈഡ് നിഫ്റ്റി പോകുന്നുണ്ട് എന്ന് നോക്കാം. ഓക്കെ, നിഫ്റ്റി നമുക്ക് നിഫ്റ്റി ഒരു അപ്സൈഡ് മൊമെൻ്റ് നമുക്ക് തരുന്നുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും നോക്കാം. നമ്മുടെ എൻട്രി ക്രൈറ്റീരിയ നമുക്ക് അവിടെ വരണമല്ലോ. ഓക്കെ, ലിക്വിഡിറ്റി സ്വീപ്പ് അതിന് ശേഷം നമുക്കൊരു എൻട്രി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു എൻട്രി ക്രൈറ്റീരിയ വേണം, നല്ല പ്രോപ്പറായിട്ടൊരു റിസ്ക് റിവാർഡ് വേണം. ഓക്കെ, ഞാൻ ബാങ്ക് നിഫ്റ്റി അത്ര നോക്കുന്നില്ല, കാരണം അതൊരു ട്രാപ്പായിട്ട് തോന്നുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, ആ 15 മിനിറ്റ്സ് ഒന്ന് ക്ലോസ് ആവട്ടെ. ഓക്കെ, നമുക്ക് എന്തായാലും നോക്കാം. ഇത് ബാങ്ക് നിഫ്റ്റി 2 ടാബ് എടുത്തേക്കുന്നത്. അത് ലോവർ ടൈം ഫ്രെയിം 1 മിനിറ്റും 2 മിനിറ്റ്സും ആണ് എടുത്തേക്കുന്നത്. ജസ്റ്റ് ഒന്ന് അനലൈസിന് വേണ്ടി മാത്രമല്ല, അത് അതിൽ 1 മിനിറ്റും 2 മിനിറ്റ്സും അല്ല എപ്പോഴും ഇട്ടേക്കുന്നത്, അതെപ്പോഴും അതിൽ ചേഞ്ച് ആവും. ഓക്കെ, ആക്ച്വലി നിഫ്റ്റിയിൽ നമുക്കൊരു എൻട്രി കിട്ടുന്നുണ്ട്. എൻട്രി നോക്കാം. ഓക്കെ, ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. നിഫ്റ്റി ഡേ ലോ സ്വീപ്പ് ചെയ്യുമെന്ന് ഓർത്തെല്ലാവരും ചിലപ്പം പുട്ട് എൻട്രി ചെയ്യുമായിരിക്കും. നമുക്ക് നോക്കാം. 2-3 അടുപ്പിച്ചുള്ള ക്യാൻഡിൽസ് ഒരു ബുള്ളിഷ്നെസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ച് ട്രേഡ് പ്ലാൻ ചെയ്യാം. ഓക്കെ, ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റി പുട്ട് സൈഡ് നമുക്കൊരു എൻട്രി നോക്കാം. ഓക്കെ, ഇന്നത്തെ ഡേ ലോയും നിഫ്റ്റി സ്വീപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇന്നത്തെ ഡേ ലോയും നിഫ്റ്റി സ്വീപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് മാർക്ക് ചെയ്യണം.
ഓക്കെ, അതും കൂടെ മാർക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, നിഫ്റ്റി. ഓക്കെ, കാരണം ഇന്നത്തെ ഡേ ലോ സ്വീപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു മൊമെൻ്റോ ആണെന്ന് തോന്നുന്നു മാർക്കറ്റിൽ കണ്ടിട്ട്. കാരണം നമ്മൾ ഈ ഒരു ലെവലിലൊന്നും നമ്മൾ എൻട്രി ഇല്ല. ഓക്കെ, എൻട്രി ആക്ടിവേറ്റ് ആയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ അഗ്രസീവായിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ ഡേ ലോ സ്വീപ്പ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനിയും നമുക്കൊരു എൻട്രി നോക്കാം. ഇനിയും നമുക്കൊരു സി എൻട്രി നോക്കാം. ഓക്കെ, നമ്മുടെ ക്രൈറ്റീരിയ ഓപ്പൺ ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു സി എൻട്രി എന്തായാലും നോക്കാം. ഓക്കെ, ഫൈൻ, നമുക്ക് നോക്കാം. കണ്ടോ, ഇന്നത്തെ ഡേ ലോ സ്വീപ്പ് ചെയ്തു. ഓക്കെ, ഇനിയും അതായത് നമ്മുടെ ഇന്നലത്തെ പ്രീവിയസ് ഡേ ലോ സ്വീപ്പ് ചെയ്തിട്ട് ലിക്വിഡിറ്റി ഓൾറെഡി ക്രിയേറ്റായി. അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ ഡേ ലോയും സ്വീപ്പ് ചെയ്തു. ഓക്കെ, ഇന്നത്തെ ഡേ ലോ ഞാൻ മാർക്ക് ചെയ്തേക്കുന്നു. ഇന്നത്തെ ഡേ ലോയും സ്വീപ്പ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഇന്നത്തേക്കൊരു ബാങ്ക് നിഫ്റ്റിയിലല്ല, നിഫ്റ്റിയിൽ തന്നെ നമുക്ക് നോക്കാം. നിഫ്റ്റിയിൽ തന്നെ ഒരു എൻട്രി കിട്ടും നമുക്ക്. നിഫ്റ്റിയിൽ ഒരു സി എൻട്രി പ്ലാൻ ചെയ്യാം. ഓക്കെ, അപ്പം ഇപ്പോൾ കറൻറ്റ്ലി മാർക്കറ്റ് നിൽക്കുന്നത് 24,212 ഓക്കെ, അപ്പം ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറിങ് ആണ്. അപ്പോൾ ഒത്തിരി ഔട്ട് ഓഫ് ദ മണി എടുക്കുന്നതും നോക്കാം, നമുക്ക് എന്തെങ്കിലും പ്ലാൻ ചെയ്യാം. ഓക്കെ, അപ്പം 24,300 സി എന്ന് നോക്കാം. 24,300 സി 35 പ്രീമിയം. ഓക്കെ, 35 പ്രീമിയം അറ്റ് ദ മണിയിൽ 20. ഓക്കെ, നമുക്ക് നോക്കാം. നമുക്ക് എന്തായാലും ഒരു 24,200 ലെവലിലാണ് നമ്മൾ എൻട്രി ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ട്രൈക്ക് പ്രൈസ് മാറ്റാം. ഓക്കെ, കാരണം നമുക്ക് മോർണിംഗ് സെഷൻ അല്ലേ, മോർണിംഗ് സെഷൻ ആകുമ്പോഴത്തേക്കിന് നമുക്കിപ്പോൾ ചെറിയൊരു ഔട്ട് ഓഫ് ദ മണിയാണ് ആക്ച്വലി നമ്മുടെ സ്ട്രൈക്ക്. അത് ചിലപ്പോൾ ഒരു ഇൻ ദ മണിയിലോട്ട് വരാൻ പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, ഡേ ലോ സി പി നമ്മൾ ഇന്ന് സി പി ആയിട്ട് കുഴപ്പമില്ല. ഇനിയും സി പി ചെയ്താലും നമുക്കൊരു മാക്സിമം ഒരു 50 പോയിൻറ്റ്സിൻ്റെ ഡൗൺ സൈഡിലോട്ട് നമ്മൾ പിന്നെ പോയി കഴിഞ്ഞാൽ നമ്മൾ എൻട്രി നോക്കത്തില്ല. ഓക്കെ, ഈ ഒരു ലെവലിൽ തന്നെ നമ്മൾ എൻട്രി എടുക്കും. ഈ ഒരു ലെവലിൽ തന്നെ നമ്മൾ നോക്കും. ഓക്കെ, SMC ട്രേഡേഴ്സ് ആണെങ്കിൽ അതൊരു ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. നോർമലി ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഈ തട്ടിക്കഴിഞ്ഞാൽ ഡൗൺ സൈഡ് പോകും. അതായത് അവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്ന് അങ്ങനെയാണ് സാധാരണ. ഓക്കെ, നമുക്ക് ഞാൻ പറഞ്ഞില്ലേ SMC എന്ന് പറയുന്നത് ആ ഒരു ഇതല്ല ആക്ച്വലി. SMC എന്ന് പറയുന്നത് അതിൽ SMC കോൺസെപ്റ്റിൽ തന്നെ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. ICT, ലിക്വിഡിറ്റി, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഇതെല്ലാം നമുക്ക് നോക്കണം. അപ്പോൾ എല്ലാം കൂടെ ഒരെണ്ണം നമ്മളൊരു കൺക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഇപ്പം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ആ ഒരു ഫെയർ വാല്യൂ ഞാൻ അപ്പോൾ എന്തായാലും ബുള്ളിഷ് ട്രേഡ് തന്നെയാണ് ഞാൻ എടുക്കുന്നത്. ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ വന്നു കഴിയുമ്പോഴത്തേനും ഡൗൺ സൈഡ് എൻട്രി കാര്യങ്ങളൊന്നും ഞാൻ നോക്കുന്നില്ല. ഓക്കെ, അപ്പോൾ അതൊരു അപ്പ് സൈഡ് എൻട്രി തന്നെയാണ് ഞാൻ നോക്കുന്നത് നിഫ്റ്റിയിൽ. ഞാൻ 3 ടാബ് എടുത്തേക്കുന്നത്. മൂന്നാമത്തെ ടാബ് നമ്മുടെ ജസ്റ്റ് ഒരു പ്രീമിയം ചാർട്ടാണ്. ഓക്കെ, അതിന് ഞാൻ പ്രീമിയം ചാർട്ട് അങ്ങനെ ട്രേഡ് ചെയ്യുമ്പോൾ നോക്കാറില്ല. എങ്കിൽ കൂടെ നമുക്ക് ജസ്റ്റ് സൈഡിൽ കിടക്കട്ടെ. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയിൽ കുറച്ച് ബുള്ളിഷ്നെസ് കാണിക്കുന്നു. ഓക്കെ, അപ്പം ബാങ്ക് നിഫ്റ്റിയിലോട്ട് ഞാൻ കയറുന്നില്ല. കാരണം അതൊരു ട്രാപ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ വരച്ചേക്കുന്ന ബ്ലൂ ലൈൻ കണ്ടോ, ആ ബ്ലൂ ലൈൻ എന്ന് പറയുന്നത് ലിക്വിഡിറ്റി ഏരിയ ആണ്. കാരണം അത് ഒരു ട്രാപ്പ് സെഷൻ. അല്ലെങ്കിൽ ഇന്നത്തെ ഹൈ ബ്രേക്ക് ആവട്ടെ. ഇന്നത്തെ ഹൈ ബ്രേക്ക് ആവുകയാണെങ്കിൽ നമുക്കൊരു ബാങ്ക് നിഫ്റ്റിയിൽ ഒരു സി എൻട്രി ചെയ്യാം. ഓക്കെ, അല്ലാതെ ഞാൻ അവിടെ നിന്നൊരു സി എൻട്രി, ഡൗൺ സൈഡിൽ നിന്നൊരു സി എൻട്രി ഞാൻ എടുക്കുന്നില്ല. അപ്പ് സൈഡ്, അതായത് ഇന്നത്തെ ഡേ ഹൈ ബ്രേക്ക് ചെയ്തതിന് ശേഷം നമുക്കൊരു ഡൗൺ സൈഡിലോട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് നിഫ്റ്റി തന്നെ നോക്കാം. നിഫ്റ്റി തന്നെ നമുക്ക് എൻട്രി കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ നോക്കാം. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ പറഞ്ഞേക്കുന്ന പോലൊരു ഫോൾസ് ബ്രേക്ക് ഔട്ടോ അല്ലെങ്കിൽ ഒരു ട്രാപ്പ് ആകാനാണ് ചാൻസ് കൂടുതൽ. ഓക്കെ, ഇന്നത്തെ ഡേ ഹൈ ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു സി എൻട്രി ഉള്ളൂ. ഓക്കെ, അല്ലാത്ത പക്ഷം ഞാനൊരു പുട്ട് എൻട്രി തന്നെയാണ് ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുന്നത്. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയിൽ. ഓക്കെ, ഓവറോൾ ഒരു ചെറിയൊരു ബുള്ളിഷ്നെസ് കാണുന്നുണ്ട് ഇന്നത്തെ. ഇന്ന് നമുക്കൊരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ്. പിന്നെ അതോടൊപ്പം തന്നെ എന്തായാലും നമുക്ക് നോക്കാം. ഞാൻ നിഫ്റ്റി തന്നെയാണ് നോക്കുന്നത്. ഓക്കെ, എനിക്ക് നിഫ്റ്റിയിൽ എൻട്രി ആക്ടിവേറ്റ് ആകുന്നുണ്ട്. ഞാനിപ്പോൾ തന്നെ നിഫ്റ്റിയിൽ എൻട്രി ചെയ്യും. ഓക്കെ, ഇപ്പം കറൻ്റ്ലി മാർക്കറ്റ് നിൽക്കുന്നത് 24,225. ഓക്കെ, 225. ഓക്കെ, 225. അപ്പം ഞാൻ നിഫ്റ്റിയിൽ എൻട്രി എടുക്കാനുള്ള ഒരു
ഇതാണ്. ഓക്കെ, ഞാനിപ്പോൾ തന്നെ എൻട്രി എടുക്കും. ഓക്കെ, ഞാൻ ഫോണിലായിരിക്കും എൻട്രി എടുക്കുന്നത്. എന്നിട്ട് നമ്മുടെ ഈ സ്ക്രീനിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ എൻട്രി എത്ര ക്വാണ്ടിറ്റിയാണ്. ഞാനൊരു 300 ക്വാണ്ടിറ്റിയാണ് ഞാൻ നോക്കുന്നത്. ഓക്കെ, 300 ക്വാണ്ടിറ്റി. ഇന്നത്തെ ടാർഗറ്റ് ഡേ ഹൈ നോക്കാം. ഓക്കെ, ഡേ ഹൈ കാര്യങ്ങൾ നോക്കാം. ഓക്കെ, നമുക്കപ്പോൾ എൻട്രി കാര്യങ്ങളൊക്കെ നോക്കാം. കണ്ടു, ഞാൻ പറ്റില്ല, നമ്മുടെ ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ വന്ന് ടാപ്പായി, എന്നിട്ടും അത് ഡൗൺ സൈഡ് ചിലപ്പോൾ ഇന്ന് വരുമായിരിക്കും. എന്നാലും എത്രത്തോളം ഡൗൺ സൈഡ് വരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും ഞാൻ എടുക്കുന്ന എൻട്രി കോൾ സൈഡ് എൻട്രി തന്നെയാണ്, സി എൻട്രി തന്നെയാണ്. ഓക്കെ, ഞാനപ്പം ഇവിടുന്ന് തന്നെ ഒരു സി എൻട്രി എടുക്കും. ഓക്കെ, ഒരു 35 ആ ഒരു ലെവലിലൊക്കെ നമുക്ക് നിഫ്റ്റി പ്രീമിയം വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാം. ഓക്കെ, ഞാൻ എൻട്രി എടുത്തു. ഒരു പ്രീമിയം നമുക്കൊരു 10 പോയിൻ്റ് SL വെക്കാം. 10 പോയിൻ്റ് SL വെക്കാം. ഓക്കെ, എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് അല്ലെങ്കിൽ എൻ്റെ ടാർഗറ്റ് ഞാൻ ഇതാണ് വെക്കുന്നത്. ടാർഗറ്റ് ചെയ്ത് ഞാനിപ്പോൾ ഓൾറെഡി എൻട്രി എടുത്തിട്ടുണ്ട്. ഞാൻ ആ ഒരു ഇതിൽ നിന്ന് തന്നെയാണ് ഞാനിപ്പോൾ ഒരു എൻട്രി എടുത്തേക്കുന്നത്. ഓക്കെ, ഓക്കെ, ഞാൻ ഓൾറെഡി എൻട്രി എടുത്തിട്ടുണ്ട്. ഓൾറെഡി എൻട്രി എടുത്തിട്ടുണ്ട്. എൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാം, ജസ്റ്റ് 25 പോയിൻ്റാണ് എൻ്റെ സ്റ്റോപ്പ് ലോസ്. ഓക്കെ, 25 പോയിൻറ്റ്, നിയർലി ഒരു 10 പോയിൻറ്റ് നമ്മുടെ ഇതിൽ വരും. ഏതിലാണ്? പ്രീമിയം ചാർട്ടിൽ 10 പോയിൻറ്റ് വരും, അത്രേ വരത്തുള്ളൂ. ഓക്കെ, ഓപ്ഷൻ ചാർട്ടിൽ നമുക്ക്, സ്പോട്ട് ചാർട്ടിൽ, ഇപ്പോൾ ഇൻഡെക്സ് ചാർട്ടിൽ ഇപ്പോൾ നമുക്ക് 20 പോയിൻറ്റ് വരും. കുഴപ്പമില്ല, എന്നാലും നമുക്ക് മാക്സിമം നോക്കാം. ഞാൻ എൻട്രി ചെയ്തേക്കുന്ന ലെവലെന്ന് പറയുന്നത് 34-35. ജസ്റ്റ് ഞാൻ നോക്കട്ടെ. ഓക്കെ, ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ടെൻഷൻ കാര്യങ്ങളൊക്കെ വരുമല്ലോ. അപ്പോൾ ആ ഒരു ടെൻഷൻ ആക്ച്വലി ഇല്ല. SL അടിക്കുന്നെങ്കിൽ SL അടിക്കട്ടെ. ഓക്കെ, അപ്പം എന്നാലും നമുക്ക് ടാർഗറ്റും കാര്യങ്ങളും ഉണ്ടല്ലോ. ഓക്കെ, ഈ ഒരു ലെവൽ കുറച്ച് സ്ട്രോങ് ആയിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ ഒരു ലെവലിൽ നിന്ന് ചിലപ്പം നല്ലൊരു സപ്പോർട്ട് എടുത്ത് മാക്സിമം നമ്മുടെ ആ ഒരു ടാർഗറ്റ് ഹിറ്റാകാനാണ് ചാൻസ് കൂടുതൽ. ഓക്കെ, എന്തായാലും നോക്കാം നമുക്ക്. ഓക്കെ, നമ്മുടെ ഒരു എൻട്രി സെറ്റപ്പ് ഇതാണ്. അപ്പം മാക്സിമം നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ, SL ഹിറ്റാവുന്നെങ്കിൽ SL എന്നാലും ഓക്കെ, ഇപ്പോൾ ഈ ഒരു SL ഹിറ്റായാൽ ഹിറ്റാവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ ഒരു സ്ട്രാറ്റജീസ് കാര്യങ്ങളൊന്നും മാറ്റുന്നില്ല. ഓക്കെ, നമുക്കിപ്പം ഈ ഒരു സ്ട്രാറ്റജിയിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ അത് മാത്രമേ വരുത്തുള്ളൂ, അല്ലാതെ ഈ ഒരു സ്ട്രാറ്റജിയിലോട്ട് നമ്മൾ ചേഞ്ച് ആവത്തില്ല. ഓക്കെ, ഞാനിപ്പോൾ എൻട്രി എടുത്തേക്കുന്നത് 300 ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, 300 ക്വാണ്ടിറ്റി എടുത്തേക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 35 ആ ഒരു ലെവലാണ്. ഓക്കെ, 35. നമ്മുടെ SL വരുന്നേക്കുന്നത് നിങ്ങൾക്ക് കാണാം 24 SL വരുന്നേക്കുന്നത് 24. ഓക്കെ, 24-25 അപ്പോൾ കവർ ഔട്ട്. ഓക്കെ, ഞാനപ്പോൾ ആ ഒരു ബ്ലൂ ലൈൻ വരച്ചേക്കുന്നുണ്ട്. ആ ഒരു ലൈനിന് താഴോട്ട് ഇനിയും വരുവാണെങ്കിൽ ഞാൻ കുറച്ചുകൂടെ ക്വാണ്ടിറ്റി ആഡ് ചെയ്യും. ഓക്കെ, കുറച്ചുകൂടെ ക്വാണ്ടിറ്റി ആഡ് ചെയ്യും. എന്നിട്ട് SL എൻ്റെ സെയിം ആയിരിക്കും. ഞാൻ കുറച്ചുകൂടെ SL കുറച്ചുകൂടെ അപ്പാവും. 24 ഒരു ആവറേജ് ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒരു 25-26 വരുമായിരിക്കും. ജസ്റ്റ് എന്തായാലും നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു വോൾട്ടിൽ ടൈമിൽ ചിലപ്പം എൻട്രി ചെയ്യുമ്പോഴത്തേക്കിന് ഏത് ടൈമിൽ എൻട്രി ചെയ്യാൻ നടത്തില്ല. ഓക്കെ, ഈ ഒരു ബ്ലൂ ലൈന് താഴോട്ട് വരുവാണെങ്കിൽ ഞാൻ എന്തായാലും കുറച്ചുകൂടെ ക്വാണ്ടിറ്റി ആഡ് ചെയ്യും. ഓക്കെ, ഓക്കെ, ഞാൻ കുറച്ചുകൂടെ ക്വാണ്ടിറ്റി ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഓവറോൾ SL എന്ന് പറയുന്നത് 27 കേട്ടോ, 26-27. ഓക്കെ, ആ ഒരു ലെവലിൽ വന്ന് ടാപ്പ് ആവുകയാണെങ്കിൽ ഇത് ഓൾറെഡി എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റാവും. പിന്നെ ഞാൻ ഓപ്ഷൻ ചാർട്ടിൽ ഞാൻ ടാർഗറ്റ് അങ്ങനെ നോക്കാറില്ല. ഓക്കെ, പിന്നെ ഞാൻ സ്പോട്ടിൽ ടാർഗറ്റ് മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. ഓക്കെ, നമുക്ക് എന്തായാലും ഡേ ഹൈ ടാർഗറ്റായിട്ട് വെക്കാം. ഫസ്റ്റ് ടാർഗറ്റ് ഡേ ഹൈ വെക്കാം. ഓക്കെ, നമുക്ക് എന്തായാലും ടാർഗറ്റിൽ ചേഞ്ചസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. എന്തായാലും നമ്മുടെ ഇപ്പോൾ റിസ്ക് റിവാർഡ് 1:2 അടുത്തുണ്ടെന്ന് തോന്നി, ഞാൻ ചെക്ക് ചെയ്യാം. ഓക്കെ, ഫൈൻ. ഇനി ഒരു 30 റേഞ്ചിന് താഴെ വരുവാണെങ്കിൽ ഞാൻ കുറച്ചുകൂടെ ക്വാണ്ടിറ്റി ആഡ് ചെയ്യും. ഓക്കെ, കുറച്ചുകൂടെ. അപ്പോൾ നമ്മുടെ റിസ്ക് വരുമ്പോഴത്തേക്കിന് വളരെ ചെറുതായിരിക്കും. അപ്പോൾ 27-28. അപ്പോൾ ആകെ എത്ര റിസ്ക് വരുന്നത്? ഒരു 5-6 പോയിൻറ്റ്സേ റിസ്ക് വരുന്നുള്ളൂ. ഓക്കെ, ഒരു 900 ക്വാണ്ടിറ്റി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റിസ്ക് വരുന്നത് എത്രയാണ്? 5-6 ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഒരു 4500. ഓക്കെ, ആ ഒരു റേഞ്ചാണ് നമുക്ക് റിസ്ക് വരുന്നത്. ഓക്കെ, നോക്കാം.
ഈ ഒരു വീഡിയോയിൽ ചിലപ്പോൾ കൂടുതൽ സൈലൻസ് വരാൻ ചാൻസ് ഉണ്ടായിരിക്കും. കാരണം ഞാനിപ്പോൾ ട്രേഡിൽ എൻ്റർ ചെയ്തേക്കുമല്ലോ. അപ്പോൾ എൻ്റെ ഒരു കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഇതിൽ തന്നെ ആയിരിക്കും. അപ്പം എത്രത്തോളം ഞാൻ സംസാരിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഞാൻ എല്ലാ ദിവസവും ഇതുപോലെ ഞാൻ ട്രേഡ് കാര്യങ്ങളൊക്കെ ലൈവ് ട്രേഡ് എടുക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഒരു അഗ്രസീവ് ആയിരിക്കും, അല്ലെങ്കിൽ ഞാൻ സ്ക്രീൻ റെക്കോർഡ് ഓഫ് ആക്കുമ്പോഴായിരിക്കും എനിക്ക് ട്രേഡ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്കിന് എന്തായാലും നോക്കാം. ഇതിൽ നമുക്കൊരു ട്രൈ ചെയ്യാം. ഇത് ചിലപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലൈവിൽ ഒരു പ്രോഫിറ്റ് കിട്ടിയാലോ നോക്കാം. എന്തായാലും ഇത് ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യും. പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യും. ഓക്കെ, കാരണം ഞാൻ ഓൾറെഡി ട്രേഡിൽ ഞാൻ എൻ്റർ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം നോക്കാം. ഓക്കെ, നമ്മുടെ റിസ്ക് റിവാർഡ് 1:2 ഇപ്പോഴാണ് വന്നത്. ഓക്കെ, 1:9 ആയിരുന്നു, 1:1.9. ഓക്കെ, നമുക്കൊരു 1:2 അതെന്തായാലും ആ ലെവലിൽ തന്നെ എടുക്കാം. നോക്കാം. നമുക്ക് പ്രീവിയസ് ഡേയിലോ ആ ഒരു ലിക്വിഡിറ്റി ഏരിയ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ജസ്റ്റ് അറ്റൻഡ്. ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ഓപ്ഷൻ ചാർട്ട്, പ്രീമിയം ചാർട്ട് എപ്പോഴും നോക്കിയിരിക്കത്തില്ല കേട്ടോ. ഓക്കെ, അങ്ങനെ നോക്കിയിരിക്കാറില്ല. കാരണം പ്രോഫിറ്റ് കണ്ടു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇപ്പോൾ എക്സിറ്റ് അടിക്കാൻ തോന്നിയാലോ എന്നോർത്തുകൊണ്ടാണ്. അപ്പോൾ അത് സക്സസ്ഫുള്ളി വർക്കാവുന്നുണ്ട്. ഞാൻ പറയും ഇതൊരു സൈക്കോളജി എന്ന് പറഞ്ഞ സാധനമാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഓരോരുത്തർ തന്നെ ബിൽഡ് ചെയ്യണം, അല്ലാതെ മറ്റുള്ളവരുടെ സൈക്കോളജി കേട്ടിട്ട് കാര്യമില്ല. ഓരോരുത്തരുടെ സൈക്കോളജി അവർ തന്നെ ബിൽഡ് ചെയ്യണം. ഓക്കെ, ഞാനപ്പോൾ എൻ്റെ ഫൈനൽ ടാർഗറ്റ് ഞാൻ ഇതാണ് നോക്കുന്നത്. ഓക്കെ, എൻ്റെ ടാർഗറ്റ് ഇത് തന്നെയാണ്. ഓക്കെ, ഞാൻ ഡേ ഹൈ അല്ല എൻ്റെ ടാർഗറ്റ്. ഞാൻ എൻ്റെ ഫൈനൽ ടാർഗറ്റ് ഇത് തന്നെയാണ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, 24 to 83 ആ ഒരു ലെവൽ. ഓക്കെ, 83-84 ആ ഒരു ലെവലാണ് എൻ്റെ ടാർഗറ്റ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ 1:2 മേലെ ഉണ്ട്. ഓക്കെ, 1:2.5 ഉണ്ട്. ഓക്കെ, 1:2 കൂടുതലുണ്ട്. അപ്പോൾ നമുക്ക് റിസ്ക് റിവാർഡ് കുഴപ്പമില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ ഡേ ഹൈ അല്ല ഇന്നത്തെ ടാർഗറ്റ്. എൻ്റെ ടാർഗറ്റ് അപ്പം ഇത് തന്നെയാണ്. ഓക്കെ, നോക്കാം. അത് ഡിലീറ്റ് ചെയ്തേക്കാം നമ്മുടെ ഡേ ഹൈ. ഓക്കെ, എന്തായാലും നമുക്കങ്ങ് ഡിലീറ്റ് ചെയ്തേക്കാം. അതൊരു ലിക്വിഡിറ്റി ആയിട്ട് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തേക്കാം. ഓക്കെ, അതല്ല എൻ്റെ ടാർഗറ്റ്. എൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രീൻ ലൈൻ തന്നെയാണ്. ജസ്റ്റ് എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, മാർക്കറ്റ് ചിലപ്പം ഇന്ന് ഈ ഒരു ലെവലിൽ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, 24,427 ഈ ഒരു ലെവലിൽ വരാൻ ചാൻസ് ഉണ്ട്. നിഫ്റ്റിന്ന് ആക്ച്വലി എനിക്കിന്ന് ബുള്ളിഷായിട്ട് തന്നെ തോന്നുന്നു. ഓക്കെ, നമുക്ക് നോക്കാം എന്തായാലും. ഓക്കെ, നിയർലി 200 പോയിൻറ്റ്സോളം ഉണ്ട്. ഓക്കെ, ഇന്ന് എക്സ്പയറി ദിവസം കൂടെ അല്ലേ, ചിലപ്പോൾ പോകുമായിരിക്കും, മാക്സിമം ചിലപ്പോൾ പോകുമായിരിക്കും, എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എന്തായാലും നമ്മുടെ ടാർഗറ്റ് ഒന്ന് സെറ്റ് ആക്കിയിട്ടുണ്ടല്ലോ 1:2. ആ ഒരു കൂടുതൽ ആ ഒരു റിസ്കിൽ തന്നെ നമുക്ക് മാനേജ് ചെയ്യാം. നോക്കാം. ഓക്കെ, എന്തായാലും നമ്മുടെ ലൈൻ ടാപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ എക്സിറ്റ് അടിക്കും. ഓക്കെ, അപ്പോൾ പ്രീമിയം ചാർട്ടിൽ വലിയ മൊമെൻറ്റും ഇല്ല. ആക്ച്വലി നമ്മൾ ഔട്ട് ഓഫ് ദ മണി എടുത്ത് പിന്നെ ഒരു ചെറിയൊരു കൺസോളിഡേഷൻ, അതായത് ഒരു ലോവർ ടൈം ഫ്രെയിം 1 മിനിറ്റിലൊക്കെ ഒരു ചെറിയൊരു ട്രെൻഡല്ല നമുക്ക് ആക്ച്വലി കിട്ടിയേക്കുന്നത്. ഒരു 921 ക്യാൻഡിൽ പോലെ നമുക്കൊരു ഗ്രീൻ ക്യാൻഡിൽ കിട്ടിയിട്ടില്ല. ഹോപ്പ്ഫുള്ളി നമുക്കത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇതൊരു നല്ലൊരു സപ്പോർട്ട് സോൺ പോലെ ആക്ട് ചെയ്യും. ഓക്കെ, ഇവിടുന്ന് ചിലപ്പോൾ നമുക്ക് മാർക്കറ്റ് പിന്നെയും ടാപ്പായതിനു ശേഷം ഒരു അപ്സൈഡ് പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ആ ഒരു കേസിൽ മാത്രമേ ഞാൻ ഇനിയും ചെറിയൊരു ക്വാണ്ടിറ്റി കൂടെ ആഡ് ചെയ്തുള്ളൂ. അല്ലാത്ത വട്ടം ഞാൻ എന്തായാലും ഇത് തന്നെ നോക്കാം. ഓക്കെ, ചിലപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡേ ഹൈ സ്വീപ്പ് ചെയ്യാൻ ചിലപ്പോൾ നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ വരുമായിരിക്കും. ഓക്കെ, സാധാരണ അങ്ങനെയാണ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യുന്നത്. എന്തായാലും നമുക്ക് നോക്കാം, പോസിബിലിറ്റി ഉണ്ട്, നോക്കാം. ഓക്കെ, ഓക്കെ, സാധാരണ പ്രൈസ് ആക്ഷൻ ട്രേഡേഴ്സ് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ ഉടനെ സിയിൽ എൻട്രി ചെയ്യും. ഓക്കെ,
സാധാരണ നമ്മൾ എൻട്രി ചെയ്തേക്കുന്നത് ഡൗൺ സൈഡിൽ നിന്നാണ് നമ്മൾ സിന്ന് എൻട്രി ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പം മുകളിലാകുമ്പോഴത്തേക്കിന് അവർക്കൊരിക്കലും റിസ്ക് റിവാർഡ് സാധാരണ അവർക്ക് നമ്മൾ പ്രൈസ് ആക്ഷൻ ട്രേഡേഴ്സിന് ചിലപ്പം ഒരു റിസ്ക് റിവാർഡ് മാനേജ് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ എന്നാലും പ്രൈസ് ആക്ഷൻ മീൻസ് ഞാൻ ഉദ്ദേശിക്കുന്നത് സാധാ ഒരു ട്രെൻഡ് ലൈൻ, ട്രെൻഡ് സപ്പോർട്ട് അങ്ങനെയൊക്കെ നോക്കി ട്രേഡ് എടുക്കുന്നവരൊക്കെ. അല്ലാതെ ബാക്കിയുള്ളവരൊക്കെ അതിൽ എൻട്രി ചെയ്യുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, നിഫ്റ്റി സ്പോട്ട് ചാർട്ട് ഒന്ന് നോക്കാം. ഓക്കെ, സ്പോട്ട് ചാർട്ടിൽ ഇവിടെ നമ്മുടെ ആ പ്രീവിയസ് ഇന്നലത്തെ ഞാൻ യൂട്യൂബ് വീഡിയോസിൽ മാർക്ക് ചെയ്തേക്കുന്ന ആ ഒരു ഡേയിലോ, അതായത് ആ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അവിടെ നിന്നാണ് ഒരു അപ്പ് സൈഡിലോട്ട് നമുക്ക് വരുന്നത്. നമുക്ക് നോക്കാം, മാക്സിമം എന്തായാലും നമുക്ക് നോക്കാം. ആക്ച്വലി ഞാൻ ട്രേഡ് എടുക്കുമ്പോഴത്തേക്കിന് സ്പോട്ട് ചാർട്ട് നോക്കിയല്ല ട്രേഡ് എടുക്കുന്നത്. ഓക്കെ, നമ്മുടെ ഫ്യൂച്ചേഴ്സ് ചാർട്ട് നോക്കി തന്നെയാണ് ഞാൻ ട്രേഡ് എടുക്കുന്നത്. ഓക്കെ, പല പല ട്രേഡ്സ് നടക്കുന്നുണ്ട്. ഇപ്പം ഡേ ഹൈ അവിടെ നിന്ന് കുറേ ആൾക്കാർ ബൈ ചെയ്യുന്നുണ്ട്. ചില ആൾക്കാർ ഇന്നത്തെ ഡേയിലോ ടാർഗറ്റ് വെച്ചുകൊണ്ട് പുട്ട് എൻട്രി എടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മളെന്തായാലും താഴെ നിന്ന് എടുത്തു നോക്കാം. ഇപ്പം ഓരോരുത്തർക്കും ഓരോരോ എൻട്രി സെറ്റപ്പും കാര്യങ്ങളും ഇല്ലേ, അപ്പം നോക്കാം നമുക്ക് എന്തായാലും. ഓക്കെ, ഈ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ എപ്പോഴും നമ്മുടെ പ്രോഫിറ്റ് എത്രയായി, ലോസ് എത്രയായി എന്ന് നോക്കണ്ട. ഓക്കെ, നമ്മൾ ഓൾറെഡി ഒരു സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടാർഗറ്റിന് വേണ്ടിയാണ് ഇപ്പോൾ വെയിറ്റ് ചെയ്യുക. അതായത് നമ്മളിപ്പോൾ നോക്കിയില്ലെങ്കിലും സ്റ്റോപ്പ് ലോസ് എന്തായാലും ഹിറ്റ് ആയിക്കോളും കറക്റ്റായിട്ട്. അപ്പോൾ ഇനിയും ടാർഗറ്റാണ് ഹിറ്റ് ചെയ്യേണ്ടത്. അത് ടാർഗറ്റ് ഹിറ്റ് ആവാൻ വേണ്ടി മാത്രം നമ്മൾ നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ ടാർഗറ്റ് ഹിറ്റ് ആവുന്ന ആ ഒരു ടൈം ഓപ്ഷൻ ചാർട്ട് നോക്കിയാൽ മതി. ഓക്കെ, അല്ലാതെ നമ്മൾ എപ്പോഴും ഓപ്ഷൻ ചാർട്ട് നോക്കണ്ട. ഓക്കെ, ഞാൻ പറഞ്ഞില്ല, ബാങ്ക് നിഫ്റ്റി ഒരു ബിയർ ട്രേഡ് തന്നെയാണ് ഞാൻ നോക്കുന്നത്. കണ്ടോ, ആ ഒരു ഇതിൽ ഇനിയും ഡൗൺ സൈഡിലോട്ട് തന്നെയാണ്. പക്ഷേ നമുക്ക് എൻട്രി വേണ്ട, നമ്മളിപ്പോൾ ഓൾറെഡി എൻട്രി ചെയ്തിട്ടുണ്ടല്ലോ. ഓക്കെ, ഞാൻ ഈ വരച്ചേക്കുന്ന ഈ ബാങ്ക് നിഫ്റ്റിയിൽ ബോക്സ് എന്ന് പറഞ്ഞൊരു ബൈയിങ് സോൺ കേട്ടോ. അതായത് ഒരു പ്രൈസ് ആക്ഷൻ ട്രേഡേഴ്സ് അല്ലാതെ ഞാൻ പറയില്ലേ, ഞാൻ ലിക്വിഡിറ്റി ട്രേഡിങ് അല്ലെങ്കിൽ SMC ICT എന്നൊക്കെ പറയുന്നത് ആ ഒരു ലെവലിൽ നമുക്കൊരു ബൈയിങ് സോണായിട്ടാണ് അത് കൺസിഡർ ആവുന്നത്. ഓക്കെ, അവിടെ നിന്ന് വരച്ചെന്നേ ഉള്ളൂ. ഓക്കെ, നമ്മുടെ ടാർഗറ്റ് എന്തായാലും അത് തന്നെയാണ്. 65 പോയിൻറ്റ്സാണ് നമ്മൾ ക്യാച്ച് ചെയ്യുന്നത്. ഓക്കെ, ഡേ ഹൈ CPI. ഓക്കെ, ഓക്കെ, നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. ഇത് ബാങ്ക് നിഫ്റ്റിയാണ് കേട്ടോ. ഞാൻ പറഞ്ഞു ബാങ്ക് നിഫ്റ്റി അവിടെ നിന്ന് ഒരു ബൈയിങ് വന്നിട്ടുണ്ട്. പ്രീമിയം വലിയ മൊമെൻറ്റും ഇല്ല ആക്ച്വലി. 36 എൻട്രി ചെയ്തു, 50-51 ആ ഒരു ലെവലിലൊക്കെ ഉള്ളൂ. ഓക്കെ, നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കറൻറ്റ്ലി പ്രോഫിറ്റ് റൺ ആയിക്കൊണ്ടുവന്നത് 5,000, 4,900, 5,300, 6,000. ഓക്കെ, നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. നമ്മുടെ ടാർഗറ്റ് എന്തായാലും ഹിറ്റ് ആയിട്ടുണ്ട്. ജസ്റ്റ് എന്തായാലും നമുക്കൊന്ന് എക്സിറ്റ് അടിക്കാം. ഓക്കെ, ഇനി കുറച്ച് 100 ക്വാണ്ടിറ്റിയേ ഉള്ളൂ, അതും കൂടെ നമുക്ക് എക്സിറ്റ് അടിക്കാം. ഓക്കെ, ഓവറോൾ നമ്മളൊരു 5,400 റുപ്പീസിന് ട്രേഡിൽ പ്രോഫിറ്റായിട്ട് എക്സിറ്റ് അടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നോക്കണ്ട, ഇനിയും നിഫ്റ്റി അപ്സൈഡ് കയറിയാലും നമ്മൾ നോക്കണ്ട. ഓക്കെ, നമ്മൾ ടാർഗറ്റ് ഹിറ്റായി സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ട്. ഓക്കെ,
അപ്പോൾ നമ്മൾ ടാർഗറ്റ് മാത്രം നോക്കിയാൽ മതി. സ്റ്റോപ്പ് ലോസ് ഓൾറെഡി ഹിറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഹിറ്റ് ആയിക്കോളൂ. നോക്കിയേ, നമ്മൾ ടാർഗറ്റ് കറക്റ്റായിട്ട് ഹിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഗൈസ്, ട്രേഡിങ് ഇത്രയേ ഉള്ളൂ. ആക്ച്വലി നമ്മൾ ട്രേഡിൽ എൻ്റർ ചെയ്യുമ്പോൾ കറക്റ്റായിട്ടൊരു റിസ്ക് റിവാർഡ് മാനേജ് ചെയ്യുക, ഒരു സ്ട്രാറ്റജിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇനിയും ചിലപ്പം മാർക്കറ്റ് അപ്പ് സൈഡ് തന്നെ പോകുമായിരിക്കും. ഓക്കെ, അത് നമ്മുടെ ഇഷ്യൂ അല്ല. ഓക്കെ, അപ്പോൾ ഒരു ലൈവ് ട്രേഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നാളെ മുതൽ ഞാൻ എന്തായാലും സ്റ്റോപ്പ് ലോസ് ആണെങ്കിലും ഞാൻ പോസ്റ്റ് ചെയ്യും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.